സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അരുണിമയുടെ വീഡിയോ ഒക്കെ വെക്കുന്നവരങ്ങ് എന്താ പറയുക, ആ വീഡിയോ ഒരു 2 ദിവസം കഴിയുമ്പോൾ ആ വീഡിയോ ഒന്നും സോഷ്യൽ മീഡിയ കാണുന്നില്ല. എല്ലാവർക്കും അങ്ങ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അങ്ങ് കൊടുക്കുക, നിരത്തി പിടിച്ച് പുള്ളിക്കാരി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ അരുണിമേ, ഈ സോഷ്യൽ മീഡിയ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് ഇത്ര ദേഷ്യമുണ്ടോ അരുണിമയ്ക്ക്? അറിയാൻ പറ്റോട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, ഈ അരുണിമയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ യൂട്യൂബേഴ്സ് തന്നെയായിരുന്നു. തുടക്ക സമയത്താണെങ്കിൽ പോലും പ്രത്യേകിച്ച് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് വ്ളോഗ്സ് ഒക്കെ എടുത്തൊക്കെ ചെയ്യുന്ന കാണാൻ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ തന്നെ ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാന്ന് പറയുന്ന നിസ്സാര കാര്യങ്ങളല്ല. ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾക്കൊക്കെ ചെന്ന് കയറിയിട്ട് വള്ളികൾ പിടിക്കുന്നതായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് നമ്മൾ തുറന്നു പറയും സോഷ്യൽ മീഡിയയിലൂടെ. ഒരു ദിവസം ഞാനും അരുണിമയും കൂടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഒരു വിഷയം വന്ന സമയത്ത് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ യൂട്യൂബേഴ്സിനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ചിലവർ വേറെ രീതിയിലെടുത്ത് ചിലത് വളച്ചൊടിച്ച് ആകെ പട സീനും ഒക്കെ ആയതാണ്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ വന്നപ്പോഴും നമ്മൾ ഇടാനോ തൊടാനോ ഒന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു. ആ മസാജ് വിഷയം വന്നപ്പോഴും ആ മസാജിൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത് കൂടുതലും കട്ട് ചെയ്ത് അത് നമുക്കറിയാം. അത് അവരുടെ പേജിൽ തന്നെ കയറി നോക്കിയാൽ മതി. ആയിരിക്കും മസാജ് ചെയ്യുന്ന അവരുടെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കയറി നോക്കി അതിനകത്ത് ഫുൾ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ കാണാം. ഇത് കാണാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ അവിടെ കാണുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ അതും ഇതൊന്നും അല്ല പറയാൻ വന്നത്. ഈ വീഡിയോകളും ഒക്കെ ചെയ്യുമ്പം അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ ചാനലിൽ പോയി സ്ട്രൈക്ക് അടിക്കുക, അത് അത്ര നല്ല പരിപാടിയായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ അടുത്ത സമയത്ത് 3-5 മാസം മുമ്പാണ് തോന്നുന്നു ഒരിടത്ത് പോയി താമസിച്ചായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ലായിരുന്നു എന്ന് നിങ്ങൾ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ വീഡിയോ അവസാനിക്കാൻ പോകുന്ന സമയത്ത് എന്തോ ബെഡ്ഷീറ്റ് ഇത് ചെയ്യുന്നത്. അപ്പം ആ ഒരു വീഡിയോ അല്ലാതെ കണ്ട് അത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് റിയാക്ഷൻ മാത്രമല്ല, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെയാണെങ്കിൽ പോലും ആ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈം ഉൾപ്പെടെ. പറഞ്ഞു മനസ്സിലായി. ഇതൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമ്പം എൻ്റെ പൊന്നരണ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ ജനങ്ങളെ ഫേസ് ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കും. സബ്സ്ക്രൈബേഴ്സാണ് ഓക്കെ, വീഡിയോസ് കഴിയുമ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അത് ചെയ്യും, മറ്റേത് മറിച്ചത് എന്നൊക്കെ കിടന്ന് പറയുമല്ലോ. അതേ ആൾക്കാർക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് കേൾക്കാനും എന്താ പറയുക, അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ വേണം. എനിക്കാണെങ്കിൽ ഇതിൻ്റെ താഴെ വരുന്ന ഇപ്പോഴത്തെ കമൻസും കാര്യങ്ങളൊക്കെ പഴയ അരുണിമയുടെ ഒരു ഇതായിട്ടല്ല ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവായിട്ടാണ്. കാരണം ഓക്കെ, എങ്ങനെയെങ്കിലും എന്താ പറയുക, ചില കാര്യത്തിന് നെഗറ്റീവ് ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിയിലാണോ നമുക്ക് തോന്നിപ്പോകും. എനിക്ക് അന്നത്തെ ഒരു വീഡിയോയിലൊക്കെ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഒരു വീട്ടിൽ ചെന്ന സമയത്ത് മോശം അനുഭവം ഉണ്ടായി, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീട്ടിലെ കിടവൻ വന്നിട്ട് കുറേ ഡയലോഗ് അടിക്കുന്നത്, അത് പിന്നെ വേറെ രീതിയിലോട്ട് അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ എനിക്ക് ഒരു ചെറിയൊരു പോർഷൻ അയച്ചു തന്നു. ചേട്ടാ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും നടന്ന് സ്ട്രൈക്ക് അടി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം എന്തായാലും കൊടുക്കട്ടെ, നമുക്കൊരു സ്ട്രൈക്ക് അടി കിട്ടിയാൽ എങ്ങനെയായാലും 10-14 ദിവസത്തിനുള്ളിൽ വീട് തിരിച്ചു വരും. അത് വേറെ കാര്യം. എൻ്റെ പൊന്നെ അരുണമേ, സ്ട്രൈക്ക് അടിച്ച് പേടിച്ച് പോകുന്ന ഉണ്ണാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളാരും കൂട്ടുമൊന്നും വേണ്ട. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ 7-8 യൂട്യൂബേഴ്സിനെ എനിക്ക് അറിയാവുന്ന ടീംസിന് അടിച്ചിട്ടുണ്ട്. 7-8 പേർക്ക് ഒരു മടിയും കൂടാതെ ചേച്ചി ഒരു 7-8-9 പേർക്ക് അടിച്ചിട്ടുണ്ട് സ്ട്രൈക്ക്. അതെന്തായാലും 5-6 ദിവസത്തിനുള്ളിൽ വരും. ചില ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഈ അടിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും അടിച്ച് നിങ്ങളുടെ ഈ കൗണ്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ അത് പ്രശ്നം വരും. അതും കൂടെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ അടിക്കാൻ കൊടുത്ത ടീം ആരാന്ന് അറിയത്തില്ല, എന്തായാലും അവർക്ക് ആ പണി അറിയാവുന്നോ എനിക്കറിയത്തില്ല. ഈ കൗണ്ടർ അത്രമാത്രം വന്നാവുള്ളൂ. അതിന് വേറൊരു സംഭവമുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അത് നിങ്ങൾക്ക് വള്ളിയാവും, അത് നോക്കിക്കോ. ചിലപ്പോൾ പറയും നമ്മൾ ഡീൽ ചെയ്തോളൂ അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ എവിടെ ഡീൽ ചെയ്യാനാ? ഓക്കെ, എന്തായാലും ഞാനൊരു സൈഡിലൊരു ചെറിയൊരു വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടു കാണുമല്ലോ. ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ആണ്, വെള്ളച്ചാട്ടത്തിൽ 2 ദിവസം മുമ്പേ ഉള്ളതാണ്. അല്ല ഈ ഒരു വീഡിയോ ഒരുത്തനെ തോളെ വെച്ചിട്ട് പോകുന്നതാണ്. ഞാൻ തന്നെ എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചാണ് ഇതിങ്ങനെ. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്ക്. കണ്ടോ? ഓക്കെ അവൻ്റെ വെയിറ്റ് 60. അപ്പോൾ ഇതിൻ്റെ 24ാമത്തെ മിനിറ്റിലും കണ്ടാണ് ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഓരോരുത്തന്മാർ പറയുന്ന കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കോമഡിയാണ്. എന്തുകൊണ്ട് ബാക്കി കാണിച്ചില്ല, ബാക്കി വേറെ രീതിയിലാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അവർ എൻജോയ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും. ചിലവരടുത്ത് വീഡിയോ ചെയ്യും, റിയാക്ട് ചെയ്യും, അതെടുത്ത് അതിന് സ്ട്രൈക്ക് ചെയ്യുകയല്ലേ വേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? എല്ലാം നേരിടാനുള്ള തൻ്റെ ഇടം കാര്യങ്ങളൊക്കെ വേണം. പറഞ്ഞു മനസ്സിലായോ? ഇതെന്താ പറ്റി? ആരും പോലെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? ഇനി നെഗറ്റീവ് എല്ലാം വരാതിരിക്കാൻ വേണ്ടി. ആദ്യം നെഗറ്റീവിനൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേണം, പക്ഷേ കുറച്ചേ ആവാവുള്ളൂ. ഇപ്പോൾ ഇച്ചിരി ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അത്ര എനിക്ക് പറയാനുള്ളൂ. ചില ആൾക്കാരൊക്കെ വീട്ടുകാരെ മെൻഷൻ ചെയ്യുന്നുണ്ട്, വീട്ടിൽ പറയുന്നത്, അതൊക്കെ ഓക്കെ, അതിൻ്റെ ഇഷ്ടമാണ്, ലൈഫൊക്കെ എൻജോയ് ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ ഇപ്പോഴും കഷ്ടപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി കറങ്ങാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട്. ചിലപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും.
നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണ്ടായോ, പക്ഷേ അതൊരു ഇതെന്താ പറയണ്ടേ, ഈ അവസരങ്ങൾ കിട്ടുമ്പം അത് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലോട്ട് പുള്ളിക്കാരി പൊക്കോണ്ടിരിക്കുക ഈ അവസരങ്ങൾ കിട്ടുമ്പോഴേ. അതെങ്ങനെ ഇത് ചെയ്യുമ്പോൾ, കാരണം ഇപ്പോൾ കൂടുതലും എങ്ങനെ അതിന് നെഗറ്റീവ് ആയാൽ മതി എന്നുള്ള രീതിയിലാണ് ഓരോന്ന് കാട്ടി കൂട്ടുകയും ചെയ്യും. ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ അതിന് ആ ചാനലിൽ സ്ട്രൈക്ക് അടിക്കുക. അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.